ഹലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബുക്സ് കളക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ബുക്സ് ഒന്നുമില്ല, വളരെ കുറച്ച് ബുക്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നിട്ടാണോ ബുക്സിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ടുള്ളതെന്ന്. പക്ഷേ അത് സത്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുറന്നിട്ടുള്ളത്. അപ്പോൾ ബുക്സിൻ്റെ കുറച്ച് ബുക്സേ ഉള്ളൂ, അത് ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ ബുക്സ് ഇങ്ങനെ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടൊന്നുമില്ല, എല്ലാം മിക്സായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബുക്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ MDൻ്റെ ബുക്സ് ഉണ്ട്, അതുപോലെ ബെന്യാമിൻ്റെ ബുക്സ് ഉണ്ട്, കാർമീരയുടെ ബുക്സ് ഉണ്ട്, മാധവിക്കുട്ടിയുടെ ബുക്സ് ഉണ്ട്, പിന്നെ ബഷീറിൻ്റെ ബുക്സ് ഉണ്ട്, അതുപോലെ നിമ്ന വിജയൻ്റെയും അഖിൽ പി ധർമ്മജൻ്റെയും ബുക്സ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ബുക്സാണ്, വായിച്ചിട്ടില്ലാത്ത ബുക്സ്. ത്രില്ലേഴ്സ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് ഞാൻ അങ്ങനെ കുറേ ബുക്സ് ഞാൻ ത്രില്ലേഴ്സ് വായിക്കാൻ എന്നെ മോഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാജോ ജോസ്, പിന്നെ ശ്രീ പാർവതി, അതുപോലെ മായാകിരൺ, പിന്നെ രജിത്താർ, പിന്നെ വന്നിട്ട് വിഷ്ണുലാൽ സുധേൻ്റെ അദൃശ്യമുറിവുകൾ, അമൽ പോളിൻ്റെ അഞ്ജന. ഈ ബുക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ത്രില്ലേഴ്സാണ്. അതുപോലെ അഖിൽ പി ധർമ്മജൻ്റെ ബുക്സും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ബുക്സാണ്. മെർക്കുറി ഐലൻഡ്, ഓജോ ബോർഡ്, പിന്നെ അതേപോലെ രാത്രി 12-ന് ശേഷം. നസീം മുഹമ്മദ് മലയാളത്തിൽ ആദ്യത്തെ നോവൽ ത്രയങ്ങളാണ്. അത് 3ാമത്തെ പുസ്തകം വന്നിട്ടില്ല. ആദ്യത്തേത് ബാസ്തേത്ത്, 2ാമത്തത് ഐലൻഡ് ഓഫ് ഫറോസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൻ്റെ 3ാമത്തത് അടുത്ത വർഷം വരുമെന്നാണ്. ഓക്കെ, സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഇത് ഇച്ചിരി പഴയ ബുക്സാട്ടോ. ഇതെനിക്ക് എപ്പോഴെങ്ങാനോ കിട്ടിയ ബുക്സാണ്. ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതിനകത്ത് പുറംചട്ടയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കിട്ടുമ്പോഴേ. പിന്നെ അത് ഞാൻ ഉപേക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ബുക്സ് ഉണ്ട്. ഇതിനകത്ത് ഹൃദയമേ ഈ കഥകൾ കേൾക്കൂ എന്നുള്ള പുസ്തകമൊക്കെ DC ബുക്സിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. DC ബുക്സിൻ്റെ ഗിഫ്റ്റ് വേറെ ഉണ്ട്, ഇവിടെയുണ്ട്. ഇത് 3ഉം DC ബുക്സിൻ്റെ ഗിഫ്റ്റുകളാണ്. പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ജേണലായിരുന്നു, എഴുത്തിടം എന്ന് പറയുന്ന ചാനൽ. അതിവിടെ ഇല്ലാതെ താഴെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഇതിൽ കൂടാതെ കുറച്ച് കുട്ടികളുടെ ബുക്സും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. മോനെ ഉദ്ദേശിച്ച് ഞാൻ കുട്ടികളുടെ ബുക്സ് മേടിച്ചിട്ട്, അവൻ പക്ഷേ വായിക്കാൻ അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അതിൽ മനസ്സറിയുണ്ട്, വികൃതിരാമനുണ്ട്, ഒരു കൂടെയും കുഞ്ഞു പെങ്ങളും ഉണ്ട്, പിന്നെ കുറച്ച് രാജസ്ഥാനി കഥകൾ, അതുപോലെ ജാതക കഥകൾ, അങ്ങനെയുള്ള ബുക്സ് ഉണ്ട്. പിന്നെ അവന് വേണ്ടി മേടിച്ചായിരുന്നു ഈ ബുക്ക്, കുട്ടികളുടെ മഹാഭാരതവും കുട്ടികൾക്കുള്ള വാൽമീകി രാമായണമൊക്കെ. പിന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന പുസ്തകമുണ്ട്. ഇത് അവസാനത്തെ പെൺകുട്ടി, നാദിയ മുറാദിൻ്റെ പുസ്തകം, ദയാബായിൻ്റെ പച്ചവിരൽ, പിന്നെ ഹെലൻ കെല്ലറുടെ ജീവിതകഥ, ഞാൻ 120 വയസ്സ് 10 വിവാഹമോചിത. ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ എന്തായാലും നിങ്ങളോട് സംസാരിക്കും കേട്ടോ. വീൽ ടു റീൽ എ ഡ്രീം ജേണി, ഡോക്ടർ സിജു വിൽസൻ്റെ പുസ്തകം. പിന്നെ അതുപോലെ എച്ചുമ്മക്കുട്ടീൻ്റെ ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക, അംബികാസുധൻ മങ്ങാടിൻ്റെ എന്മകത്തിനെ പറ്റിയൊക്കെ എനിക്ക് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഞാനതിനെപ്പറ്റി ഒരു ദിവസം പറയും എന്തായാലും. പിന്നെ ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ സ്നേഹം, കമംഭ്രാന്ത്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് എന്തിനാണ് ബുക്സ് ഇങ്ങനെ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്നത്, ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്ത് വായിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ബുക്സുകളുടെ ഇടയിലായിരിക്കണം എന്നുള്ളത്. ഒരു അഹങ്കാരമാണോന്നറിയില്ല, എന്നാൽ അതെൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് ആണ് ഞാൻ ബുക്സ് മേടിക്കാൻ തുടങ്ങിയത്. ഒരുപാടൊന്നും ആയില്ല, 2 വർഷം ആവുന്നുള്ളൂ ഞാൻ ബുക്സ് ഇങ്ങനെ മേടിച്ച് വായിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബുക്സ് കളക്ഷൻ എന്ന് പറയുന്നത്. കടൈസി അതിഥി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ശ്യാംസ്രായുടെ ഒരു പുസ്തകമാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ളൊരു ഇടം വേണമെന്നാണ്. അതിപ്പോൾ മനുഷ്യനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിലും ശരി, ഒരിടം വേണമെന്ന്. ഇതാണ് എൻ്റെ ഇടം. ഈ ഗിറ്റാർ നോക്കേണ്ടത് വായിക്കാനൊന്നറിയില്ല, ഇതെൻ്റെ ബ്രദർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബുക്സ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു, ബൈ.